ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മഹായുഗം അവസാനിക്കുകയാണോ? ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ആ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ജൂലൈ 19 ലോർഡ്സിൽ ഇംഗ്ലണ്ടുമായി നടക്കാൻ പോകുന്ന പോരാട്ടം ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ കരിയറിലെ അവസാന ഏകദിന മത്സരമായിരിക്കാം. BCCI സെലക്ഷൻ കമ്മിറ്റി രോഹിത് ശർമ്മയെ നേരിട്ട് അറിയിച്ചു കഴിഞ്ഞു. 2027 വേൾഡ് കപ്പ് പ്ലാനിങ്ങിൽ ഇനി അവർക്ക് രോഹിത് ശർമ്മ വേണ്ട. കഴിഞ്ഞ ആഴ്ച സെലക്ടർമാരും കോച്ച് ഗൗതം ഗംഭീറും രോഹിത്തുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. യശസ്വി ജയ്സ്വാളിനെ പോലുള്ള യുവതാരങ്ങൾക്ക് വഴിയൊരുക്കാൻ മൂവ് ഓൺ ചെയ്യാൻ സെലക്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ബോർഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. തന്റെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് മുന്നോട്ടു പോകാൻ ആഗ്രഹിച്ച രോഹിത്തിന് ഈ തീരുമാനത്തിൽ ഒട്ടും തൃപ്തിയില്ല. എങ്കിലും തീരുമാനം ഇനി രോഹിത്തിന്റെ കൈകളിലാണ്. ഈ സീരീസോടെ കരിയർ അവസാനിപ്പിക്കണോ എന്നത് അദ്ദേഹത്തിന് തീരുമാനിക്കാം. ശുഭ്മാൻ ഗില്ലിന് ഏകദിന ക്യാപ്റ്റൻ സ്ഥാനം കൈമാറിയപ്പോഴും നമ്മൾ രോഹിത്തിനെ ടീമിൽ കണ്ടിരുന്നു. 2024 ജൂൺ 29 ഇന്ത്യയെ T20 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ആ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം 2025 മെയ് 7 ഇൻസ്റ്റാഗ്രാമിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റും ഒഴിഞ്ഞു. ഇപ്പോൾ ഏകദിന കരിയറിനും തിരശീല വീഴ്ത്താൻ സെലക്ടർമാർ ഒരുങ്ങുകയാണ്. കാർഡിഫിലെ കഴിഞ്ഞ കളിയിൽ 47 പന്തിൽ 26 റൺസ് മാത്രമെടുത്ത് രോഹിത് ഫോം ഔട്ടായത് ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ എങ്ങനെ മറക്കും, 2023 വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ ഇന്ത്യയെ അത്രമേൽ അഗ്രസീവായി നയിച്ചത് ഈ ഹിറ്റ്മാനാണ്. അതുവരെ ആരും കാണാത്ത ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലി ടീമിന് നൽകി. തൊട്ടടുത്ത വർഷം T20 ലോകകപ്പും ഇന്ത്യയുടെ കൈകളിൽ എത്തിച്ച നായകൻ. ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ? ജൂലൈ 19 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ മഹായുഗത്തിന്റെ അവസാന അധ്യായമായിരിക്കും. സെലക്ടർമാർ മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ മനുഷ്യൻ എഴുതിച്ചേർത്ത ആക്രമണത്തിന്റെ ചരിത്രം ആർക്കും മായ്ക്കാനാവില്ല. ക്രിക്കറ്റിലെ ആവേശകരമായ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.